ഹലോ എവരിവൺ. എത്ര പെട്ടെന്നാണ് ഞായറാഴ്ച കടന്നു പോകുന്നത്. വീണ്ടും തിങ്കളാഴ്ച. സാധാരണ അച്ചമ്മ തലേന്നേ പച്ചക്കറി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് അത് തോരനോ മെഴുക്കുവരട്ടിയോ ആക്കേണ്ട ആവശ്യകത എനിക്ക് വരാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ തന്നെ കോവയ്ക്ക് അരിഞ്ഞ് മെഴുക്കുവരട്ടിയാക്കി. തേങ്ങ പൊതിച്ച് ചമ്മന്തിക്കായുള്ള തേങ്ങയും ചുരുണ്ടിയെടുത്തു. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും പുളിയും 3-4 ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയിലടിച്ച് ചമ്മന്തി റെഡിയാക്കി. അപ്പോഴേക്കും നൈസു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സാൻഡേ ലിയോനെ കൂട്ടിൽ കയറാൻ വിളിച്ചപ്പോൾ ലിയോ അവിടെ നിൽപ്പുണ്ട്. സാൻഡേനെ കാണാനേ ഇല്ല. പക്ഷേ നൈസ് വന്ന് വിളിച്ചപ്പോഴേക്കും സാൻഡേ എവിടുന്നോ വന്ന് കൂട്ടിൽ കയറി. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് ചേച്ചിയും അനിയനും കൂടി ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നും രണ്ടുപേരുടെയും ഡ്യൂട്ടിയാണിത്. പക്ഷേ ഭക്ഷണം പാത്രത്തിലാക്കുന്നത് അച്ചമ്മയാണ്. ഇന്നിപ്പോൾ ഇതും കൂടി ചെയ്തിട്ടേ ജോലിക്ക് പോകാൻ പറ്റൂ. നൈസുവിന് ചോറിനൊപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ധാരാളം. വീരൂട്ടന് ചമ്മന്തിയൊന്നും വേണ്ട. അവൻ്റെ ചോറിൽ കുറച്ച് ബട്ടർ മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള ഭക്ഷണവും പാത്രങ്ങളിലാക്കി. ഞാനൊന്ന് ഒരുങ്ങാൻ നിന്നാൽ വീരുക്കുട്ടൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നുള്ള ഡാൻസ് അപ്പോൾ തുടങ്ങും. ഇറങ്ങാൻ നേരം ഉമ്മ തരാൻ നൈസ് ഓടി വരും. നൈസുക്കുട്ടൻ ഒരു ഉമ്മ കൊടുത്തു. വീരു അടുത്ത് ഇങ്ങനെ ചിണുങ്ങി നിൽക്കുക. കെട്ടിപ്പിടിച്ച് അവനും ഒരു ഉമ്മ കൊടുത്തു. രണ്ടുപേർക്ക് ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങി. എങ്കിൽ ശുഭം. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി.